എന്താണ് സംസ്ഥാനം ഒട്ടുക്ക് നടക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വാർത്തകളിലേക്കാണ്, ഈ കാഴ്ചകളിലേക്കാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 3 മണിക്കാണ് അവസാനിക്കുന്നത്. അവസാന ദിവസം പത്രിക സമർപ്പിക്കാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥികളായ സ്റ്റാർ കാൻഡിഡേറ്റ്സായ R ശ്രീലേഖയും VV രാജേഷും പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫർ അഹമ്മദും UDF സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ഇന്ന് പത്രിക നൽകി. നാളെ ഒരു ദിവസത്തെ സൂക്ഷ്മ പരിശോധനയാണ്. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ. ആദ്യം കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ, മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, തിരുവനന്തപുരത്തു നിന്നും ഈ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞു, ഇനി അതിനൊന്നും സമയമില്ല, ഇനി ഒരൊറ്റ മണിക്കൂർ. ആ ഒരു മണിക്കൂറിൽ എങ്ങനെയും ഈ അവസാനം ഓടിയെത്തി ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് തൊട്ട് മുന്നേ ഉള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, ആ ഓട്ടമാണ് എല്ലായിടത്തും കാണുന്നത്. മലപ്പുറത്തെ സ്ഥിതി എന്തൊക്കെയാണ്? ആ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്ന പൊന്മുണ്ടം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ശ്രീജ, ഞാൻ നിൽക്കുന്നത് എടവണ്ണയിലാണ്. എടവണ്ണ പഞ്ചായത്തിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേളയാണ്. ഇതുവരെ ഈ ഒരു പത്രികാ സമർപ്പണത്തിൻ്റെ തിരക്ക്, അതുകൊണ്ട് ഉച്ചഭക്ഷണം കുറേ വൈകിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇടവേളയിലാണ് നിൽക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിക്കൊപ്പം വന്നവരും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നവരൊക്കെ ഉണ്ട്. എങ്ങനെയാണ്, ടോക്കണിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? ടോക്കണിലാണ് കൊടുത്തത്. 95 വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുണ്ടോ? ഇനിയും കുറച്ച് ആളുകളൊക്കെ വരാനുണ്ട്. 49 ടോക്കണിലേക്ക് 49 3 മണിക്കുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റുമോ? 3 മണിക്ക് ടോക്കൺ കൊടുത്ത ആളുകൾക്ക് നോമിനേഷൻ സമർപ്പിക്കാനോ? 3 മണി വരെ ടോക്കൺ കൊടുക്കുള്ളൂ. 3 മണി വരെ ടോക്കൺ കൊടുക്കും. 3 മണിക്ക് ശേഷം ടോക്കൺ കൊടുത്തിട്ട ആളുകൾക്കും അവർക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ അവസാന നിമിഷം വരേക്ക് ഇത് മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? മാറ്റിവെച്ചല്ല, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണല്ലോ. നോമിനേഷൻ കൊടുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരണം, അത്രേ ഉള്ളൂ. എല്ലാവരും UDF സ്ഥാനാർത്ഥികൾ. നമുക്കിവിടെ കാണാം ആളുകളൊക്കെ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുന്നതാണ്. സമർപ്പിച്ചു കഴിഞ്ഞോ? നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞോ? ഇല്ല. ടോക്കൺ എടുത്തോ? ടോക്കൺ എടുത്തു. എത്രയാണ് ടോക്കൺ? ടോക്കൺ എടുത്തു. 89. അപ്പോൾ ഈ 3 മണി കഴിഞ്ഞാലും നമുക്ക് ഈ ടോക്കൺ കിട്ടിയതുകൊണ്ട് സമർപ്പിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ, കിട്ടും. സമർപ്പിക്കാൻ പറ്റും. എന്തായാലും അവർ നോമിനേഷൻ എല്ലാം മേടിച്ചു വെക്കും. അപ്പം പിന്നെ കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു. എത്ര മണി വരെ സ്വീകരിച്ചിരുന്നു? 3 മണി വരെയുള്ള സ്വീകരിച്ചു. അവിടെ എത്ര ആണെന്നുണ്ടെങ്കിൽ അത്ര ആൾക്കാർ അവർ. ഇതിപ്പോൾ അവസാന ദിവസമായതുകൊണ്ട് കുറേ അധികം തിരക്കുണ്ടായിരിക്കും. അപ്പോൾ ടോക്കൺ അനുസരിച്ച് സ്വീകരിച്ച് വെക്കുക, അത്രയാവൂലേ? അതെ. ഇതാണ് ഇവിടുത്തെ കാര്യം. നമുക്ക് മുകളിലാണ് ഈ ഒരു സമർപ്പണത്തിൻ്റെ മറ്റ് നടപടികളുള്ളത്. നമുക്ക് അവിടേക്ക് കൂടി പോകാം. അതോടൊപ്പം തന്നെ മലബാറിൻ്റെ, പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതുവരെ കാണാത്ത പല കാഴ്ചകളും ഇവിടെ കണ്ടു. UDFൻ്റെ കോട്ടയായിട്ടാണ് മലപ്പുറം അറിയപ്പെടുന്നതെങ്കിലും പലയിടത്തും, പ്രത്യേകിച്ച് മുൻമുണ്ടത്തൊക്കെ ലീഗ് കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത വലിയ തോതിൽ തന്നെ വാർത്തയായതാണ്. അവിടെ കോൺഗ്രസ് ഇടതുപക്ഷവുമായിട്ട് കൈകൊടുത്ത് സ്വതന്ത്രരെ മുൻനിർത്തിയുള്ളൊരു പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെയൊക്കെ പത്രികാ സമർപ്പണത്തിൻ്റെ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. പലരും മുഴുവൻ കാത്തു നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ ഒരു പത്രികാ സമർപ്പണത്തിൻ്റെ മറ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എവിടെ നിന്നും ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പൊന്മുണ്ടം അതുതന്നെയാണ് മലപ്പുറത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു പഞ്ചായത്ത്. അവിടെ ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്നു. ഒപ്പം കോൺഗ്രസും ഇടതുപക്ഷവും സ്വതന്ത്രരായിട്ട് ജനകീയ സമിതി എന്ന പേരിൽ കൈകോർത്ത് ലീഗിനെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം. പൊന്മുണ്ടത്തിന് തൊട്ടടുത്തുള്ള പെരുവണ്ണയിലും സമാനമായ ഒരു പ്രശ്നമുണ്ട്. അവിടെ കോൺഗ്രസ് പക്ഷേ മത്സരിക്കുന്നില്ല എന്ന് മാത്രം. UDF സഖ്യത്തിന് പിന്മാറി അവർ മാറി നിൽക്കുകയാണ്. പ്രവർത്തകർക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. മറ്റ് പലയിടത്തും ഓരോ വാർഡിലും 2 വാർഡിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ ലീഗ് പൂർണ്ണമായിട്ടും കോൺഗ്രസ്സിന് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകുന്നില്ല, പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ പകുതി വർഷം നൽകുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ CPM-ഉം CPI-യും തമ്മിൽ അത്ര രസത്തിലല്ല. വെട്ടത്തൂരിലൊക്കെ CPM-ഉം 2 വഴിയിലാണുള്ളത്. അങ്ങനെ LDF-ലും UDF-ലും ഒരുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് ഭിന്നത പലയിടത്തായിട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട ഉറ്റുനോക്കുന്ന
ബന്ധപ്പെടുന്നൊരു കാര്യം വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. മിക്കയിടത്തും ഒരു UDFുമായിട്ട് തന്നെയാണ് വെൽഫെയറിൻ്റെ സഖ്യമുള്ളത്. പഞ്ചായത്തിൽ 1-2 വാർഡുകളിൽ വെൽഫെയറിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, മറ്റിടങ്ങളിൽ അവർ UDFിന് പിന്തുണ കൊടുക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ചിത്രമുള്ളത്. ഇതേക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാൻ പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. UDF അത് ഒരു സാധാരണ സംഭവം എന്ന മട്ടിൽ അതിനെക്കുറിച്ച് വിശദമാക്കാതെ ഒഴിവാക്കിവിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നത് നിലമ്പൂരിലെ സാഹചര്യങ്ങളാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലവിലെ അവസ്ഥയാണ്. നമുക്കറിയാം, ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ UDFിൻ്റെ ഭാഗമാക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു PV അൻവർ വെച്ച് പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല പഞ്ചായത്തുകളിലും, പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും UDFുമായി സഖ്യം ചേർന്ന് മത്സരിക്കാമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഈ ദിവസം വരേക്കും, ഈ സമയം വരേക്കും അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അൻവർ ഇപ്പോഴും UDFിൻ്റെ വാതിൽ പുറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ UDFിനെതിരെ ആരും മത്സരിക്കരുതെന്ന നിർദ്ദേശം അദ്ദേഹം അണികൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അണികളാണെങ്കിൽ അൻവറിനെ, തൃണമൂൽ കോൺഗ്രസിനെ UDFിൻ്റെ ഭാഗമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പലയിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. അത് ലീഗിനുമായിട്ട് നല്ല ബന്ധമാണെങ്കിലും കോൺഗ്രസിലെ ചിലരോടുള്ള അതൃപ്തി, പ്രത്യേകിച്ച് നിലമ്പൂരിലുള്ള നേതാക്കളോടുള്ള അതൃപ്തി തന്നെയാണ് അത്തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് അവർ മത്സരിക്കുന്നതിൻ്റെ കാരണമായിട്ട് അവർ തന്നെ വിശദീകരിക്കുന്നത്. അത്തരത്തിൽ പല സാഹചര്യങ്ങളാണ് ജില്ലയിലെ പല മേഖലകളിലുള്ളത് എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തിൻ്റെ ഒരു ചിത്രം. എന്തു തന്നെയാണെങ്കിലും UDFിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് മലപ്പുറം ജില്ലയെപ്പറ്റി പൊതുവെ പറയുമ്പോൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റുകൾ നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർന്നു. കഴിഞ്ഞ തവണ 94-70 പഞ്ചായത്തുകൾ നേടിയെങ്കിൽ ഇത്തവണ അതിലുമധികം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. എന്താണ്, മറ്റ് കൂടുതൽ വിവാദങ്ങളില്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ്. അപൂർവം ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ LDFും UDFും ഉള്ളത്. ശ്രീജ, പലപ്പോഴും മലപ്പുറത്തെ ഏറ്റവും കൗതുകമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് കാഴ്ച എന്ന് പറയുന്നത് UDFിലെ ഏറ്റവും ശക്തരായ 2 കക്ഷികളായ കോൺഗ്രസും ലീഗും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നതാണ്. ആ തർക്കങ്ങളൊക്കെ മുകളിൽ നിന്ന് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും താഴെത്തട്ടിൽ അവർ നേർക്കുനേർ വരുന്ന കാഴ്ചയൊക്കെ കാണാം. ഇത്തവണ മലപ്പുറത്ത് ഏറ്റവും കൗതുകത്തോടെ അനുമോദ് ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്നത് എവിടെയൊക്കെയാണ്? ശ്രീജ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. UDFിൻ്റെ സഖ്യമില്ലാതെ മത്സരിക്കുന്ന ഇടങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ ആദ്യം ഉറ്റുനോക്കുക പൊന്മുണ്ടം തന്നെയാണ്. പൊന്മുണ്ടത്തെ പറ്റി സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പ്രത്യേക പ്രതിഭാസമാണ് അവിടെ എന്നുള്ളതാണ്. അവിടെ ലീഗിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർക്കുമ്പോൾ ആര് അവിടെ വിജയിക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതിനപ്പുറത്ത് ഇവിടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധേയമായി നോക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ സാഹചര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് 20,000 വോട്ട് നേടി തനിക്ക് നിലമ്പൂരിൽ അസ്തിത്വമുണ്ടെന്ന് തെളിയിച്ചു. അതിന് ശേഷം വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവർക്ക് എത്ര കരുത്തുണ്ട് എന്ന് തെളിയിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കുന്ന ഇടങ്ങളിൽ എത്ര വോട്ട് കിട്ടുന്നു, അവിടെ എത്ര വാർഡുകൾ അവർക്ക് വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളത് UDF രാഷ്ട്രീയത്തിൻ്റെ കൂടി ഒരു ദിശാസൂചികയായിട്ട് കണക്കാക്കുന്നതാണ്. കാരണം അൻവറിനെ പ്രതീക്ഷിച്ചത്ര വോട്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ, വിചാരിച്ചത്ര വാർഡുകളിൽ വിജയിക്കാനായില്ലെങ്കിൽ ഒരുപക്ഷെ UDFിലേക്ക് അൻവറിനെ ഇനി ആവശ്യമില്ലെന്ന തരത്തിലേക്ക് അൻവറിനെ എതിർക്കുന്നവർ നിലപാട് സ്വീകരിച്ചാൽ അത് തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യമായേക്കില്ല. അതുകൊണ്ട് തന്നെ UDF രാഷ്ട്രീയത്തിൽ നിർണായകമാവുന്ന ഒന്നാണ് ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥികൾ. അവർ തൃണമൂലിൻ്റെ ചിഹ്നത്തിലല്ലെങ്കിൽ പോലും സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ അവർ എത്ര ഇടങ്ങളിൽ, എത്ര വാർഡുകളിൽ വിജയിച്ചു കയറുന്നു, എത്ര വോട്ടുകൾ വിജയിക്കുന്നു എന്നുള്ള കാര്യം. അതിനപ്പുറത്ത് ഇത്തവണത്തെ LDFിൻ്റെയും UDFിൻ്റെയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികകളിൽ യുവാക്കൾക്കും അതുപോലെ തന്നെ കൃത്യമായൊരു പ്ലേസ്മെൻറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. SFIയുടെയും MSFിൻ്റെയും DYFIയുടെയും അങ്ങനെ യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് അവസരം നൽകിയിട്ടുണ്ട്. അവർക്ക് തന്നെ വിജയിച്ച് കയറാൻ പൊരുതാവുന്ന സീറ്റുകളാണ് പലർക്കും നൽകിയിട്ടുള്ളത്. അങ്ങനെ ചില മണ്ഡലം, മംഗലം, അതേപോലെ മംഗലത്ത് KSUവിൻ്റെ നേതാവാണ് മത്സരിക്കുന്നത് ആരതി കൃഷ്ണ, അതേപോലെ തിരുനാവായിൽ തേജ നന്ദ എന്ന DYFIയുടെ നേതാവാണ് മത്സരിക്കുന്നത്. അത്തരത്തിൽ യുവാക്കൾ മത്സരിക്കുന്ന, പ്രതികരിക്കുന്ന ഒട്ടേറെ സീറ്റുകളുണ്ട്. അവിടെയൊക്കെ എന്തായിരിക്കും എന്നുള്ളത് പ്രധാനമായിട്ടും നിരീക്ഷിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് UDFിനെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ലാത്ത സാഹചര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുൻപത്തെ അപേക്ഷിച്ച് ഈ പൊന്മുണ്ടവും അതേപോലെ പെരുവണ്ണയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ UDF ഐക്യത്തിൽ തന്നെയാണ് മിക്കയിടത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക അവർക്കില്ല. അവരെ സംബന്ധിച്ച് നഗരസഭകളിലും
വാർഡുകളിലും പഞ്ചായത്തുകളിലും കൂടുതൽ ഭരണം നേടി. കഴിഞ്ഞ തവണയൊക്കെ നഗരസഭകളിൽ 3 LDF വിജയിച്ച് കയറിയത്. അവിടെ ഇത്തവണ പെരിന്തൽമണ്ണയും പൊന്നാനിയും വലിയ പ്രതീക്ഷ LDFിലുള്ളപ്പോൾ നിലമ്പൂരിൻ്റെ കാര്യത്തിൽ അവർക്കൊക്കെ ഒരു LDFിന് തന്നെ പൂർണ്ണമായ ആത്മവിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നഗരസഭകളിൽ UDFിൻ്റെ ഒരു മൃഗീയ മേധാവിത്വം ഉണ്ടായേക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അതുപോലെ തന്നെ വെൽഫെയറുമായിട്ടുള്ള സഖ്യസാധ്യത അത് എത്രമാത്രം UDFിന് ഗുണം ചെയ്യുമെന്നതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ഉണ്ടാകും. അവരുടെ വോട്ട് വിഹിതം ശരിക്കും സത്യത്തിൽ LDFും UDFും ഒക്കെ പറയുന്നത് ജമാഅത്തിയുടെ വോട്ടുകൾ, വെൽഫെയറിൻ്റെ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് നിശ്ചയിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടോ എന്ന കാര്യം കൂടി അവർക്ക് തെളിയിക്കാനുള്ള ഒരുപക്ഷെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തൊക്കെ കോമ്പിനേഷൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പിനേഷൻസിലേക്ക് പോകും എന്നതിൻ്റെ കൂടി ഒരു ടെസ്റ്റ് ആയി ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് മാറും. ഇനി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ. അനീഷ്, ഇന്നലെ ഏറ്റവും അവസാനം DCC ഓഫീസിൽ കസേര എടുത്ത് തല്ലുന്ന കാഴ്ചയടക്കം കണ്ടതിന് ശേഷമുള്ള ഒരു ദിവസമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാവുന്നത്. കോഴിക്കോട്ടെ അവസാന മണിക്കൂറിലെ തിരക്ക് എങ്ങനെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിൽ? ശ്രീജ, അവസാന ഘട്ടത്തിലേക്ക് പത്രികാ സമർപ്പണം എത്തുമ്പോൾ ഊർജിതമായി സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം നൽകാനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അവർ നൽകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ പത്രികാ സമർപ്പണം നടക്കുന്ന ഇടത്താണ്. കോർപ്പറേഷനിലെ വിവിധ മുറികളിലായാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. അവർക്കൊക്കെ പ്രത്യേക ടോക്കണുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടോക്കൺ അടിസ്ഥാനപ്പെടുത്തിയാണ് പത്രികാ സമർപ്പണത്തിനായി കയറുന്നത്. നമുക്ക് ഈ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഒരു വലിയ കൂട്ടം സ്ഥാനാർത്ഥികളുടെ ഒരു എണ്ണം. അത് വിവിധ മുന്നണികളിലുള്ള വിവിധ പാർട്ടികളിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ പത്രികാ സമർപ്പണത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും. അത്രയധികം തിരക്കാണ്. നമുക്കറിയാം, വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എവിടെയാണ് തങ്ങൾക്ക് വോട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ വാർഡുകളിലാണ് വോട്ടർമാരെ ഉള്ളത് എന്നൊക്കെ പോലും ചില ആശയക്കുഴപ്പങ്ങൾ പലപ്പോഴും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് അവസാന ദിവസം ആണ് പലർക്കും പത്രിക നൽകാനായി മാറ്റിവെക്കേണ്ടി വന്നത്. ഒപ്പം മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കിയെങ്കിൽ പോലും ആർക്കാണ് സീറ്റ് എന്നതിനെക്കുറിച്ചുള്ള ചില അവ്യക്തതകളൊക്കെ അവസാന നിമിഷങ്ങളിലും ചില പാർട്ടികളിലൊക്കെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നത്. നമുക്കൊപ്പം ഇപ്പോൾ കുറ്റിച്ചിറ വാർഡിലെ സ്ഥാനാർത്ഥിയുണ്ട് ഫാത്തിമ തഹ്ലിയ. എന്താണ് അവസാന ദിവസത്തേക്ക് മാറ്റിവെച്ചോ പത്രികാ സമർപ്പണം? അല്ല, ഞാൻ സമയമെടുത്തിട്ട് നോമിനേഷൻ കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ്. എല്ലാം വളരെ പ്രൂഫ് റീഡിംഗ് എല്ലാം കഴിഞ്ഞ് കൃത്യമായിട്ട് കൊടുക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഇന്നത്തേക്ക് വെച്ചത്. കൊടുക്കണമല്ലോ, കൃത്യമായി കൊടുക്കുക. എങ്ങനെയാ കൃത്യമായി കൊടുക്കണം എന്നുള്ള? അതെ 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 അതെ. ഇവിടെ എന്ത് സമയം ഇപ്പൊ ടോക്കൺ തന്നോ? എന്താ? ഉണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാണ് അവിടെ നിന്ന് ഹിയറിംഗിന് വേണ്ടിയിട്ട്. അവര് നിങ്ങളൊക്കെ സ്ഥാനാർത്ഥികളാണോ? അല്ല, എന്റെ സുഹൃത്തുക്കളാ. ഇതുപോലെ ആളുകൾ നിൽക്കുന്നവരൊക്കെ സ്ഥാനാർത്ഥിയാ? ഒരു പറ്റം ആളുകൾ ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പം വന്ന ആളുകളുണ്ട്. മറുവശത്ത് സ്ഥാനാർത്ഥികൾ, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ സ്ഥാനാർത്ഥികളാണ്. നമ്മൾ നേരത്തെ കണ്ടത് യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയയാണ്. ഇത്തവണ അവരെ കോർപ്പറേഷനിലേക്ക്, ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസ്റ്റീജ് സീറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കുറ്റിച്ചിറ സീറ്റിലാണ് അവരെ പാർട്ടി മത്സരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാത്തിരിപ്പിലാണ് സ്ഥാനാർത്ഥി. നമുക്ക് വേറൊരു സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എവിടെയാണ് മത്സരിക്കുന്നത്? ചാലപ്പുറം 60-ാം വാർഡ്. ചാലപ്പുറം. ഏത് സ്ഥാനാർത്ഥിയാണ്? BJPന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്താ അവസാന ദിവസത്തേക്ക് മാറ്റി വെക്കുമായിരുന്നോ പത്രിക കൊടുക്കാനോ? അതായത് പ്രചരണത്തിന്റെ തിരക്ക് ഉള്ളതുകൊണ്ട് ആണ് മാറ്റി വെച്ചത്. ഇനി രേഖകളൊക്കെ ശരിയാക്കണമല്ലോ അല്ലേ? ഈ വാർഡ് എവിടെയാണ്, വോട്ട് എവിടെയാണല്ലോ? അങ്ങനെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ചുകൂടി ഇത് ഈസി ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇതില്ലേ നമ്മളെ ഈ നോമിനേഷൻ്റെതൊക്കെ ഒക്കെ കാലം മാറിയില്ല, പഴയ സിസ്റ്റത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്ന് വരുന്നത്. അതൊക്കെ ഒന്ന് മാറ്റണം. പെട്ടെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു ദിവസത്തെ മെനക്കേടായി. നമ്മളെ പ്രചരണത്തിന്റെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇന്ന് മൊത്തം ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ. രാവിലെ വന്നാണ്. ഇതിപ്പോൾ ടോക്കണൊക്കെ വാങ്ങി വെച്ചേക്കോ? ടോക്കൺ വാങ്ങിച്ച് വെയിറ്റ് ചെയ്യാണ്. ആദ്യം സ്ക്രൂട്ടനിയും കഴിഞ്ഞു. ഇനിയിപ്പം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോട്ടൊക്കെ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കിയായിരിക്കും. വോട്ടൊക്കെ ഒരുവിധം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നേരിട്ട് എല്ലാവരും വീട്ടിൽ പോയി കാണാനുണ്ട്. ഇന്ന് രാവിലെ മുതൽ കണ്ടതാണ്. ഇന്ന് വൈകുന്നേരമോളം ഇനി കാണാൻ പറ്റും. സമയവും കഴിഞ്ഞല്ലോ. എന്തായാലും അദ്ദേഹം പറയുന്നത് കാലോചിതമായ ചില മാറ്റങ്ങളൊക്കെ ഈ
പത്രികാ സമർപ്പണത്തിലൊക്കെ മാറ്റണം. കാരണം വളരെ കുറഞ്ഞ സമയമാണ് കിട്ടുന്നത്. ഇന്നത്തെ ഒരു പൂർണ്ണ ദിവസം ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുന്ന ഇടത്ത് ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥികൾ പലരും രാവിലെ സ്ഥലത്ത് വന്ന ആളുകളാണ്. സ്ഥാനാർത്ഥിയാണോ? അനിയത്തിൻ്റെ കൂടെ വന്നതാണ്. സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥി അനിയത്തിയാണ്. രാവിലെ മുതൽ രാവിലെ വന്ന് കിട്ടുന്നത്. അത് അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഒപ്പം വന്ന ആളുകളാണ്. നമുക്ക് കാണാം ഈ വനിതാ സ്ഥാനാർത്ഥികളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും അവസാന മണിക്കൂറിലെ കാഴ്ചകൾ രസകരമാണ്. എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. ആശങ്കകളുണ്ട്, ആകാംക്ഷയുണ്ട്. അങ്ങനെ എല്ലാവരും തയ്യാറെടുത്തിരിക്കുന്നു. ഇനി 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ സമയം ഔദ്യോഗികമായി അവസാനിക്കാൻ. പക്ഷെ ടോക്കൺ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അത് തീരുന്നത് വരെ, അവസാനത്തെ ആളുടെ പത്രിക വരെ സ്വീകരിക്കും. അവസാന മണിക്കൂറിലെ ഈ ഓണത്തിൻ്റെ തലേന്നത്തെ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു പാച്ചിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ATMലേക്ക് പണവുമായി പോയ വാഹനത്തിൽ നിന്ന് 7 കോടി രൂപ തട്ടിയ കേസിൽ പോലീസ് കോൺസ്റ്റബിളും കസ്റ്റഡിയിൽ. കർണാടക ഗോവിന്ദാപുര സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അണ്ണപ്പ നായിക്കാണ് കസ്റ്റഡിയിലുള്ളത്. തെക്കൻ ബംഗളൂരുവിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം. പണവുമായ വാഹനം തടഞ്ഞ് RBI ഉദ്യോഗസ്ഥരെന്ന വ്യാജേന 6 അംഗ സംഘം പണം തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ. അഭിലാഷ്, ഈ വാർത്ത ആദ്യഘട്ടത്തിൽ തന്നെ ചില സംശയങ്ങൾ അവശേഷിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക തട്ടിയെടുക്കാൻ സാധിച്ചത് എന്നൊക്കെ. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, എന്നിട്ടും ഉപയോഗിച്ചില്ല. അങ്ങനെ പല പല സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ കാരണങ്ങളാണോ ഇപ്പോൾ വ്യക്തമായി വരുന്നത്? ശ്രീജ, ഇപ്പോൾ ഈ ഒരു വളരെ ചുരുളഴിയുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗോവിന്ദപുര പോലീസ് സ്റ്റേഷനിലെ അണ്ണപ്പ നായിക് എന്ന് പറയുന്ന ഒരു യുവാവുണ്ട്. ആ യുവാവിൻ്റെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇയാളടക്കം ഈ കേസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പണം തട്ടിയെടുക്കുന്നതിന് കൊള്ളക്കാർക്കൊപ്പം കൂട്ടുനിന്നു എന്നുള്ളൊരു സംശയം ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട്. അങ്ങനെയാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ, ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് കോൺസ്റ്റബിളായിട്ടുള്ള അണ്ണപ്പ നായിക്കിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇയാളെ കൂടാതെ ഈ തട്ടിപ്പ് സംഘം സഞ്ചരിച്ച കാർ അത് അവരുടെ സ്വന്തമല്ല, മറ്റ് 2 പേരുടെ പേരിലുള്ളതാണ്. അവരെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ മനഃപൂർവ്വം ആ കാർ ഈ തട്ടിപ്പ് സംഘത്തിന് കൊടുത്തതാണോ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം പേര് മാറ്റാതെ അവർ ഉപയോഗിച്ചതാണോ, അല്ലെങ്കിൽ മോഷ്ടിച്ചതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇയാളെ, ഈ 2 പേരെ ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് കൂടാതെ ഈ പണം കൊണ്ടുപോയ, അതായത് ബാങ്കിൽ നിന്ന് ATMലേക്ക് ഈ പണം കൊണ്ടുപോകുന്ന സംഘം, അത് ഒരു ഏജൻസിയാണ്, CMS എന്ന് പറയുന്ന ഏജൻസിയാണ്. ആ ഏജൻസിയിൽ പ്രവർത്തിച്ചിരുന്ന മുൻ ഉദ്യോഗസ്ഥനെ കൂടി പിടിച്ചിട്ടുണ്ട്. ഇയാൾ ഈ മോഷണത്തിന് വേണ്ടിയിട്ട് ഈ മോഷണം നടക്കുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ GPS ഓഫ് ചെയ്യാനായിട്ട് തട്ടിപ്പ് സംഘത്തെ സഹായിച്ചു എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അങ്ങനെ അന്ന് മോഷണം നടക്കുന്ന ദിവസം ആ വണ്ടിയിലുണ്ടായിരുന്ന 4 പേർ, അതുകൂടാതെ ഈ വാഹനം ഈ തട്ടിപ്പ് സംഘത്തിന് നൽകി എന്ന് കരുതപ്പെടുന്ന 2 പേർ, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥൻ, മാത്രമല്ല ഈ CMS ഏജൻസിയുടെ മറ്റ് മുൻ ജീവനക്കാരൻ, ഇങ്ങനെ 7ഓളം പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. കാരണം 7 കോടി 11 ലക്ഷം രൂപയാണ് പട്ടാപ്പകൽ, അതായത് ഉച്ചയ്ക്ക് 12:30-1 മണിക്ക് തോക്കേന്തിയ സംഘമുണ്ടായിരുന്നിട്ടും അവരെ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം തട്ടിയെടുത്തുകൊണ്ട് പോയ വിരുദ്ധന്മാർ, അവരെ എത്രയും വേഗം പിടിച്ചില്ലെങ്കിൽ പോലീസിന് തന്നെ നാണക്കേടാണ്. രാജ്യം തന്നെ ഞെട്ടിയ കേസാണ്. കാരണം നമ്മൾ പണം ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് അത്രയും സുരക്ഷിതമായി അവർ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ്. പക്ഷേ ആ വിശ്വാസത്തെ എല്ലാം തെറ്റിക്കുന്ന തരത്തിലാണ് വഴിയിൽ കൂടെ കൊണ്ടുപോയ 7 കോടി 11 ലക്ഷം രൂപ ഇത്തരത്തിൽ വളരെ എളുപ്പം ഒരു 6 അംഗ സംഘം തട്ടിയെടുത്തത് എന്നുള്ളത് രാജ്യത്തെ ഞെട്ടിച്ച സംഭവമാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ വരുന്നത്. ഇത് കഴിഞ്ഞ ബുധനാഴ്ച തെക്കൻ ബംഗളൂരുവിലെ ജയാനഗറിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഉച്ചയ്ക്ക് 12:30-1 മണിയോടുകൂടി തന്നെ ഈ വാഹനം, പണവുമടങ്ങിയ വാഹനം, പണത്തിനൊപ്പം 2 തോക്കേന്തിയ ആൾക്കാരുണ്ട്, അതുകൂടാതെ വാഹനത്തിന് ഡ്രൈവറുണ്ട്, പിന്നെ ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ 4 പേർ അടങ്ങുന്ന ഈ സംഘം ഈ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ജയനഗറിൽ വെച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് വെച്ചിട്ട് ഒരു ഇന്നോവ കാർ വരുന്നു. ആ കാർ ഈ വാഹനത്തെ തടഞ്ഞു നിർത്തിയ ശേഷം 6 അംഗ സംഘം ഇന്നോവയിൽ നിന്ന് ഇറങ്ങി പറയുകയാണ്, ഞങ്ങൾ RBIയുടെ ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾ കൊണ്ടുപോകുന്നത് CMS ഏജൻസിക്കാരോട് പറയുകയാണ്, നിങ്ങൾ കൊണ്ടുപോകുന്നത് 7 കോടിയിലധികം രൂപ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, ഇത് അനധികൃതമായിട്ടുള്ള പണമാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 പേരും, അതായത് ഡ്രൈവർ മാത്രം വാഹനത്തിലിരുന്നിട്ട് ബാക്കി 3 പേരും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുന്നു.
അതിനുശേഷം ഡ്രൈവറോട് പറയുന്നു, നിങ്ങൾ ഈ വാഹനവുമായി ഡയറി ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് ഈ വാഹനം കൊണ്ടുപോകണം, ഈ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്ന 3 പേരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നു എന്ന് പറയുന്നു. ഇവരുടെ ആവശ്യപ്രകാരം പണവുമായി ഈ CMS ഏജൻസിയുടെ വാഹനം ഡ്രൈവർ കൊണ്ടുപോകുന്നു. ആ വാഹനത്തിലുണ്ടായിരുന്ന തോക്കേന്ത്യ ജീവനക്കാരടക്കം വെളിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അവരെ അവിടെ തന്നെ നിർത്തി ഈ വാഹനത്തിന് പുറകെ ഈ തട്ടിപ്പ് സംഘം പിന്നാലെ പോവുകയും ആ ഡ്രൈവറിനെ തോക്ക് കാണിച്ച് പേടിപ്പിച്ച ശേഷം 7 കോടി രൂപയും ഇവർക്ക് ഇന്നോവയിലാക്കി അവിടുന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു തട്ടിപ്പാണ് ഇതെന്നുള്ളത് വ്യക്തമാണ്. കാരണം അവർ ആ ഡയറി ഫ്ലൈ ഓവർ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ആ മേഖലയിൽ കൃത്യമായ CCTV സുരക്ഷ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ അവർ കണ്ടെത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവർ ആ ഫ്ലൈ ഓവർ തന്നെ ഈ തട്ടിപ്പിന് തിരഞ്ഞെടുക്കാൻ കാരണം. അത്തരത്തിൽ ഈ പണം അവർ തട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും ഈ 4 ജീവനക്കാരെയും പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു സംഘത്തിൽ ഈ 6 അംഗ തട്ടിപ്പ് സംഘത്തിനൊപ്പം പ്രവർത്തിച്ചവരാണോ ഈ CMS ഏജൻസിയുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള സംശയം കൂടി പോലീസിനുണ്ട്. അങ്ങനെയാണ് ഇവരെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് 2 മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. വിവരങ്ങളുമായി എസ് വിനീഷ്. വിനീഷ്, എന്താണ് വിശദാംശങ്ങൾ? ഇന്നൊരു ഉച്ചയോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. മുക്കാട് കായലിലാണ് നങ്കൂരമിട്ടിരുന്ന 2 ബോട്ടുകൾക്ക് തീപിടിക്കുകയായിരുന്നു. നമുക്കറിയാൻ കഴിയുന്നത് ബോട്ടിനുള്ളിൽ ചില തൊഴിലാളികൾ പാചകം ചെയ്തതിനെ തുടർന്ന് ഗ്യാസ് ലീക്ക് ആവുകയും അങ്ങനെ തീപിടുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആളപായം ഒന്നും തന്നെയില്ല. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ തൊഴിലാളികൾ ബോട്ടിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ ബോട്ട് നങ്കൂരമിട്ടിരുന്ന ഭാഗം, അതായത് കയർ വെച്ച് കെട്ടിയ ഭാഗം അവർ അറുത്ത് മാറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് മറ്റ് ബോട്ടുകളിലേക്കും തീ പടരാതിരുന്നത്. അത് വളരെ ആശ്വാസകരമാണ്. എന്തായാലും 2 ബോട്ടും ഇപ്പോൾ കായലിന്റെ നടുഭാഗത്തേക്ക് ഒഴുകി മാറിയിരിക്കുകയാണ്. ഫയർഫോഴ്സ് അവിടേക്ക് എത്താനുള്ള വലിയ ഒരു ശ്രമമാണ്. കാരണം തീ അണയ്ക്കുന്നത് വളരെ ദുഷ്കരമാണ്. കാരണം ഈ വലിയ രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അതിനുള്ള വലിയൊരു തീവ്ര ശ്രമത്തിലാണ്. എന്തായാലും ആളപായമില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഇതിൽ ബംഗാൾ സ്വദേശികളായ 2 നിർമ്മാണ തൊഴിലാളികൾക്ക് ചെറിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ എന്നാലും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ പാചകം ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ഗ്യാസ് ലീക്കാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും തീ അണയ്ക്കാനുള്ള വലിയൊരു ശ്രമം തുടരുന്നുണ്ട്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു അപകടമാണ്. 2 മത്സ്യബന്ധന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന 2 ബോട്ടുകൾക്ക് തീപിടിക്കുകയാണ്. പാചകം ചെയ്യുന്നതിനുണ്ടായ തീ ആണ്, ഗ്യാസ് ലീക്കാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊച്ചിയിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവൻ പോലീസ് കസ്റ്റഡിയിൽ. മരട് പോലീസാണ് യുവമോർച്ച നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. മൊബൈലിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. മുതുകിലും കൈകാലുകളിലും ഉൾപ്പെടെ അടികൊണ്ട് പൊട്ടിയ പാടുകളുമായി യുവതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, ഇങ്ങനൊരു ക്രൂര മർദ്ദനത്തിന് ഇയാളെ പ്രകോപിപ്പിച്ചത് എന്താണ്? നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇയാള് ഈ ഭാര്യ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ്, പങ്കാളിയാണ്. അതായത് ഈ സ്ത്രീ വിവാഹമോചിതയാണ്. അതിനുശേഷം ഇയാളോടൊപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് താമസിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ 5 വർഷവും ഇത്തരത്തിലുള്ള ക്രൂര മർദ്ദനത്തിന് യുവതി ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ പോലീസ് എന്തായാലും യുവതിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം അവരുടെ വൈദ്യപരിശോധനയ്ക്ക് കേസെടുത്തിട്ടുള്ളത്. അതായത് യുവമോർച്ച നേതാവാണ് ഈ ഗോപു പരമശിവൻ. അയാൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. യുവതിക്ക് ആദ്യ വിവാഹത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ അപായപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ അവരെ അപായപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് യുവതി ഒപ്പം താമസിച്ചിരുന്നത്. മർദ്ദന വിവരങ്ങളെല്ലാം ഒളിച്ചു വെക്കാനുണ്ടായ സാഹചര്യം അതുതന്നെയാണെന്നാണ് യുവതി പോലീസിനോട് പറയുന്നത്. എന്തായാലും മൊബൈലിന്റെ ചാർജർ കേബിൾ, USB കേബിൾ ഉപയോഗിച്ചിട്ടാണ്
ഇയാൾ നിരന്തരം ഉപദ്രവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലേക്ക് ആ യുവതിയെ അതിക്രൂരമായി ഉപദ്രവിച്ചിരിക്കുന്നത് മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ചാണ്. മുതുകിലും കൈകാലുകളിലും ഒക്കെ ഉൾപ്പെടെ അടികൊണ്ട് പൊട്ടിയ പാടുകളുമായിട്ടാണ് യുവതി പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരുന്നത്. അങ്ങനെയാണ് മൊഴിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ഈ യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. പോലീസ് കൊലപാതക ശ്രമത്തിനാണ് മരട് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെതിരെയാണ് ഈ ഗുരുതരമായ പരാതി വന്നിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. മരട് പോലീസ് ആണ് യുവമോർച്ച നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. മൊബൈലിൻ്റെ ചാർജർ കേബിൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിക്രൂരമായ മർദ്ദനമാണ് നടന്നിട്ടുള്ളത്. ആജ്ഞ അപ്പോഴും ഇങ്ങനൊരു രാഷ്ട്രീയ നേതാവാണ് ഇയാൾ, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ഒരാളാണ്. ഇയാൾക്കെതിരെ ഒരു പരാതി വരുന്നതൊക്കെ ഇയാൾക്കൊരു ഭയവുമില്ലാതെ ഇത്ര ക്രൂരമായ ഒരു സ്ത്രീയെ, ഒപ്പം താമസിക്കുന്ന ഒരു സ്ത്രീയല്ല, ആരെയാണെങ്കിൽ പോലും ഇങ്ങനെ മർദ്ദിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് ഒരു ചാർജർ കേബിൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് നമുക്ക് സംശയം തോന്നും. ഇയാളിത് നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു, ഇത് ഒരു ദിവസത്തെ അല്ല, നിരന്തരം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ് ശ്രീജ. പോലീസ് യുവതിയുടെ മൊഴിയെടുത്തതെന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ ഒന്നിച്ച് താമസിച്ചു വരികയാണ്, ലിവിംഗ് റിലേഷൻഷിപ്പിലാണ്. അതായത് ഇവര് നേരത്തെ തന്നെ വിവാഹിതയായിരുന്നു. അതിൽ ഡിവോഴ്സ് ആയ ശേഷമാണ് ഇയാളോടൊപ്പം താമസിച്ചു വരുന്നത്. ആ വിവാഹത്തിൽ ഈ സ്ത്രീക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ മർദ്ദനവിവരം യുവതി ഇതുവരെ മറച്ചു വെച്ചിരുന്നത് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇത് അസഹനീയമായ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ഒരു കാരണവുമില്ലാതെ ഇയാള് അല്പം പ്രകോപിതനായാൽ പോലും ഇത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദന രീതിയിലേക്ക് കടക്കുന്നതാണ് ഇയാളുടെ രീതി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്തരത്തിലൊരു ക്രൂര കൃത്യത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആശങ്ക, ഒരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അവരെ ഭീഷണിപ്പെടുത്തി തന്റെ പൊളിറ്റിക്കൽ ഹോൾഡ് ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുമെന്ന് അവരെ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് അവർ ഇത്ര കാലം മർദ്ദനവിവരം പുറത്തു പറയാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഈ ഗോപു പരമേശ്വരൻ. ഇതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് അത്യാവശ്യം എറണാകുളം ജില്ലയിൽ ഇതിന്റെ യുവമോർച്ചയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരാളും കൂടിയാണ്. അതായത് അറിയപ്പെടുന്ന ഒരാളും കൂടിയാണ്. അത്യാവശ്യം ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഫേസും കൂടിയാണ്. അങ്ങനെയുള്ള ഒരാള് ഈ പറയുന്നത് പോലെയുള്ള തരത്തിലുള്ള ക്രൂരകൃത്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സംയമന രീതി വിട്ട് പെരുമാറുമോ എന്നുള്ള കാര്യം നമുക്ക് അതിശയത്തോടെയാണ് നമ്മൾ അത്തരം കാര്യം ആലോചിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഭാര്യ ആയിട്ടുള്ള സ്ത്രീ പറയുന്നത് അവരെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവര് ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തിന് അവർ ഇരയാകുന്നുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയായിരുന്നു മുൻപും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഇയാളെ ഒരു കാരണവുമില്ലാതെ പ്രകോപിതനായി സ്ത്രീയെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. അത് നമ്മുടെ മദ്യാസക്തിയിലോ അങ്ങനെയൊന്നും അല്ല. അതായത് ഇയാൾ പ്രകോപനം ഉണ്ടായാൽ ഇവരെ മർദ്ദിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു രീതി. അത് ഈ കഴിഞ്ഞ 5 വർഷമായും ഇവര് ലിവിംഗ് റിലേഷൻഷിപ്പ് തുടങ്ങിയ കാലം മുതൽ അത് അനുഭവിച്ചു വരുന്നുണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുമെന്നുള്ള ഭീതിയിലാണ് യുവതി അത് പറയാതിരുന്നത് എന്നാണ്. എന്തായാലും മരട് പോലീസ് സ്റ്റേഷനിലാണ് യുവതി ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ അവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് എന്തായാലും ഈ ഗോപുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശ്രീജ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഗോപു പരമശിവൻ, ഇയാൾ BJPയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇയാൾ കൂടെ താമസിച്ചിരുന്ന പാർട്ട്ണറായി സ്ത്രീയെ ഉപദ്രവിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ്. ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. SIT സംഘത്തിന്റെ നേതൃത്വത്തിൽ. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, എന്തൊക്കെയാണ് SIT പ്രധാനമായി ഈ വീട്ടിലെ സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 മണിയോടുകൂടിയാണ് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SIT സംഘം എത്തുന്നത്. എത്തിയതിനു ശേഷം പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 7 അംഗ സംഘമാണ്
ഈ വീട്ടിൽ വന്ന് പത്മകുമാറിന്റെ വീട്ടിൽ വന്ന് പരിശോധന നടത്തുന്നത്. പ്രധാനമായും പത്മകുമാറിന്റെ മൊഴികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വീട്ടിൽ പരിശോധന നടത്തുന്നത്. നേരത്തെ ഈ സമാനമായ രീതിയിൽ അറസ്റ്റിലായ പ്രതികളുടെ വീട്ടിലും SIT സംഘം സമാനമായ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ എന്തെങ്കിലും ഈ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നു. ഒപ്പം ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പത്മകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നതായുള്ള സൂചനകളുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. എല്ലാ കാര്യത്തിലും ഈ ഗൂഢാലോചന നടന്നത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ചാണെന്നുള്ളതാണ് SIT സംഘത്തിൽ ലഭിച്ചിട്ടുള്ള മൊഴികൾ. ഈ നേരത്തെ പത്മകുമാറിന്റെ കൂടെ തന്നെ ഈ ദേവസ്വം ബോർഡിലെ ബോർഡംഗങ്ങളെ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല എന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, അതായത് സ്വർണ്ണം പൂഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം ഇവർ SIT സംഘത്തിന് നൽകിയ മൊഴികളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന. ഈ കൃത്രിമം, അതായത് ഈ ദേവസ്വം മാനുവലിലോ രജിസ്റ്ററോ ഇല്ലാത്ത കൃത്രിമം ഈ പത്മകുമാർ തന്നെ നടത്തി എന്നുള്ളതാണ് അന്വേഷണം കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുള്ളത്. നിർണായകമായ മൊഴി പത്മകുമാറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ജീവനക്കാർ കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ പങ്ക് കൃത്യമായി മൊഴി ഈ അറസ്റ്റിലായ ജീവനക്കാർ മുരാരിബാബുവും എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള വാസു അടക്കമുള്ള ആളുകൾ മൊഴി പത്മകുമാറിനെതിരെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കാരണം കൊണ്ടാണ് ഈ പത്മകുമാറിനെ SIT സംഘം അറസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഇതെല്ലാം ഇതിന്റെ രേഖകൾ, എത്രമുള്ള ഗൂഢാലോചന നടന്ന സ്ഥലം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് SIT സംഘം പത്തനംതിട്ട ആറന്മുളയിൽ പത്മകുമാറിന്റെ വീട്ടിലെത്തി വിശദമായ ഒരു പരിശോധന നടത്തുന്നത്. എന്തായാലും രേഖകളും തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വീടുകളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ലഭിച്ചാൽ അത് നിർണായക വിവരങ്ങളായി SIT സംഘത്തിന് ലഭിക്കുകയും ചെയ്യും. പക്ഷെ 2 മാസത്തിന് മുമ്പ് തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 2 മാസത്തിന് മുമ്പ് തന്നെ ഒട്ടനവധി അവസരങ്ങൾ പത്മകുമാറിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരം രേഖകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയില്ല. അത്തരം തെളിവുകൾ ഒരുപക്ഷെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ SIT സംഘം വിശദമായ ഒരു പരിശോധന ഇപ്പോൾ നടത്തുകയാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, ഒരു തിരി സ്വർണം പോലും താൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ശബരിമലയിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള വാദമാണ് പത്മകുമാർ ഈ കേസിന്റെ തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് പത്മകുമാറിന് കുരുക്കായി മാറിയത്. അതുകൊണ്ട് കൃത്യമായ ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുണ്ട്. എല്ലാ ഇടപെടലുകളും പത്മകുമാർ നടത്തി എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ജീവനക്കാർ ഈ പത്മകുമാറിന്റെ നിർദ്ദേശത്തോടെയാണ് ജീവനക്കാർ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത്. വഴിവിട്ട രീതിയിലുള്ള നടപടിയിലേക്ക് ഈ ദേവസ്വം മാനുവലും രജിസ്റ്ററും ഒക്കെ കൃത്രിമം കാണിക്കാൻ കാരണമായത് എന്നുള്ള കാര്യം കൂടി ഈ മുരാരിബാബുവും എക്സിക്യൂട്ടീവ് ഓഫീസറും ഒപ്പം ഈ വാസു അടക്കമുള്ള ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പത്മകുമാറിന്റെ തിരിച്ചടിയായി. അതുകൊണ്ടാണ് പത്മകുമാറിനെ SIT സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുക, റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം രേഖകൾ ഈ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും 7 അംഗ സംഘമാണ് ആറന്മുളയിലെ വീട്ടിൽ 2 ജീപ്പിലെത്തി പരിശോധന നടത്തുന്നത്. എന്തായാലും ഓരോ മുറികളിലും കൃത്യമായുള്ള രേഖകളും പരിശോധന നടത്തിയ ശേഷമായിരിക്കും സംഘം മടങ്ങിപ്പോൾ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുകളുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തി. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ ഈ വിഷയം അവതരിപ്പിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാറിന്റെ മൊഴിയിൽ പരാമർശമുണ്ടെന്നത് കഥകൾ മാത്രമാണെന്ന് അന്വേഷണ സംഘം വിശദീകരിക്കുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇങ്ങനൊരു ഗൂഢാലോചന എവിടെ തുടങ്ങി എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇങ്ങനെ ഇളക്കി കൊണ്ടുപോകാമെന്നും അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണെന്ന് എഴുതി വെച്ചാൽ ആരും ശ്രദ്ധിക്കില്ലെന്നും ഇതാരാണ് തുടങ്ങി വെച്ചത്, അതിലേക്ക് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ വെളിച്ചം വീശുന്നുണ്ടോ? ഒപ്പം ഈ കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന രീതിയിൽ ഒരു വ്യാജകഥയാണെന്ന് അന്വേഷണ സംഘം പറയുന്ന സാഹചര്യം എന്താണ്? അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഗൂഢാലോചന നടന്നിരിക്കുന്നത് പത്മകുമാറിൻ്റെ അറിവോടെയാണ്. 2019 ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായ പത്മകുമാറിൻ്റെ അറിവോടെ എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ എടുത്തു പറയുന്ന കാര്യം, പത്മകുമാറിൻ്റെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് എന്ന് SIT തന്നെ നേരത്തെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഈ 2019 ഫെബ്രുവരി മാസത്തിൽ ഈ കട്ടളപ്പാളി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്ന കാര്യം ആദ്യം
ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളോടാണ് പത്മകുമാർ സംസാരിച്ചത്. പക്ഷേ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആ കാര്യം എതിർത്തു. അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. നിയമപരമായിട്ട് മാത്രമേ അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നൊരു നിലപാടിലേക്കാണ് അവർ എത്തിയത്. പക്ഷേ അത് എതിർപ്പായി മാറുമെന്ന് കണ്ട് എ പത്മകുമാർ പിന്നീട് ഉദ്യോഗസ്ഥ തല സഹായം തേടുകയായിരുന്നു. അങ്ങനെയാണ് സുധീഷ് കുമാറിനെയും എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും സമീപിക്കുന്ന അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് പത്മകുമാറിന്. അങ്ങനെയാണ് ഈ തട്ടിപ്പിന് അരങ്ങൊരുക്കിയത്. അവരുടെ കൂടി സഹായത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് പാളികൾ കൊടുത്തുവിട്ടത് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പിന്നിലുള്ള വലിയൊരു ഗൂഢാലോചന ചുരുളഴിയുകയാണ്. അതിൻ്റെ ഭാഗമായി 2 പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലയിലേക്കാണ്. അതായത് വിശദമായി പത്മകുമാറിനെയും അതോടൊപ്പം തന്നെ നേരത്തെ അറസ്റ്റിലായി ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുന്ന എൻ വാസുവിനെയും, ഈ 2 പേരെയും കസ്റ്റഡിയിൽ ഒരുമിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകളിൽ വ്യക്തത കൈവരികയുള്ളൂ എന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം. അതിനിടയിലാണ് 2019 ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന പത്മകുമാർ ഇരിക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു. അത് നിഷേധിച്ചുകൊണ്ടാണ് SIT രംഗത്തെത്തുന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ പ്രചരിക്കുന്നു. അതിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അന്വേഷണ വിവരങ്ങളും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകരുത് എന്ന ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ കഴിയില്ല എന്നുകൂടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിൽ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ആ റിപ്പോർട്ടിലാകും പത്മകുമാറിൽ നിന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളടക്കം മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കുക. തുടർന്ന് കോടതി നടത്തുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൻ്റെ സുപ്രധാനമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ നേതാക്കളുടെ തമ്മിൽ തല്ലിൽ വിചിത്ര നടപടിയുമായി നേതൃത്വം. സംഭവത്തിൽ ദൃശ്യം പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KM സഫ്വാൻ കുന്നിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കയ്യാങ്കളി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് M. ലിജു ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയത്. തമ്മിൽ തല്ല് അന്വേഷിക്കാൻ 2-അംഗ സമിതിയെ നിയോഗിച്ചതായും റിപ്പോർട്ടിന് ശേഷം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമാണ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങൾക്കും ചാനലുകൾ ഉൾപ്പെടെ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ പകർത്തിയ കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സഫ്വാൻ കുന്നിലിനെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ അന്വേഷണം നടത്തി 5 ദിവസത്തിനകം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ജില്ലയിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും UDF കൺവീനറുമായ A. ഗോവിന്ദൻ നായരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ MC പ്രഭാകരനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, അതായത് തമ്മിൽ തല്ലിയാലും കുഴപ്പമില്ല, അത് നാട്ടുകാരറിയരുത്, മാധ്യമങ്ങളിൽ വരരുത്, അതിനുള്ള മുൻകരുതൽ പാർട്ടി സ്വീകരിക്കുന്നുണ്ട്. അതാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ സമയം അവസാനിക്കാൻ ഇനി ഏതാനും മിനിറ്റുകളെ ഔദ്യോഗികമായി ബാക്കിയുള്ളൂ? ആ സമയത്ത് കാസർഗോഡ് കോൺഗ്രസ് നൽകുന്ന സന്ദേശം ഇതാണോ? അതെ ശ്രീജ, കുറ്റം ആയുധത്തിന് എന്ന് പറഞ്ഞ പോലെയാണ് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം എന്ന് പറയേണ്ടി വരും. അതായത് ഈ സംഭവം വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. അതായത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിജു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തമ്മിൽ തല്ല് നടക്കുന്നത്. അതുമാത്രമല്ല, അതിൽ നമുക്ക് ബീപ്പ് ശബ്ദമിട്ട് മാത്രമേ ആ ദൃശ്യങ്ങൾ പോലും കാണിക്കാൻ പറ്റൂ. അത്തരത്തിലുള്ള തെറിവിളികളൊക്കെ ആ ദൃശ്യത്തിലുണ്ട്. ആ സംഭവത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് തൊട്ടു പിന്നാലെ തന്നെ M. ലിജു പ്രസ്താവിച്ചിരുന്നത്. പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും
നേരെ മറിച്ച് ഈ ദൃശ്യം പകർത്തിയ സഫ്വാൻ കുന്നിലിനെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രധാനമായി ഇവർ പറയുന്ന കാരണം ഇത്തരത്തിൽ ദൃശ്യം പകർത്തി മാധ്യമങ്ങൾക്ക് നൽകി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഏതായാലും ഫൈസലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. DCC പ്രസിഡന്റ് ഫൈസൽ പറയുന്നത് ഇനിയിപ്പോൾ തമ്മിത്തല്ല് കണ്ടുപിടിക്കാൻ അതിലെ സംഭവം രണ്ടുപേരെ നിയോഗിച്ചിരിക്കുന്നു, അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ അവർ അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം ആ നടപടി അവർക്കെതിരെ നടപടിയെടുക്കാം. അതായത് DCC വൈസ് പ്രസിഡന്റാണ് ജെയിംസ് പന്തമാക്കാൻ. ഒപ്പം KTDFന്റെ ജില്ലാ പ്രസിഡന്റാണ് വാസുദേവൻ എന്ന് പറയുന്ന മറ്റൊരാൾ. ഇവർ രണ്ടുപേരും തമ്മിലാണ് ഇത്തരത്തിൽ തമ്മിൽ തല്ലുണ്ടായത്. അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അകത്ത് ഇതിന് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു. പുറത്ത് ഓഫീസിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു തമ്മിൽ തല്ല് നടക്കുന്നു. ഇങ്ങനെ ഒരു സംഭവത്തിൽ വളരെ അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കേണ്ടതിന് പകരമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും അണികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഈസ്റ്റേൺ ഏരിയയിലാണ് പ്രധാനമായും 10ാം വാർഡിലാണ് വലിയ പ്രശ്നമുണ്ടായിരുന്നത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്. ഇന്ന് പുലർച്ചെ 2 മണിവരെയൊക്കെ ഇരുന്നാണ് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ നടന്നത്. പക്ഷെ അതൊക്കെ എവിടെ വരെ എത്തിയെന്ന് അറിയണമെങ്കിൽ അല്പസമയം കാത്തിരിക്കേണ്ട. ഒരു 3 മണി കഴിഞ്ഞാൽ അറിയാം ആരൊക്കെയാണ് സ്ഥാനാർത്ഥി. ഇനി ഈ പ്രാദേശിക തലത്തിൽ നിന്നും അവർ പറയുന്ന സ്ഥാനാർത്ഥികളാണോ ഈ പല സ്ഥലങ്ങളും ഉള്ളത്, അതല്ല ജില്ലാ കമ്മിറ്റി തന്നെ നേരിട്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതാണ്. അതൊക്കെ ഇനി അല്പസമയത്തിനകം കാണാം. എന്തായാലും DCCയിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ പടനയിലും വലിയ UDFനകത്ത് മുസ്ലിം ലീഗിനകത്ത് വലിയ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അവിടെ യൂത്ത് ലീഗ് ഒന്നടങ്കം രാജിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതും സ്ഥാനാർത്ഥിത്വവും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ആരോപിച്ചാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു നടപടി ഉണ്ടായത്. UDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു വേണം ഇതൊക്കെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ ഈ സഫ്വാൻ കുന്നിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പറയുന്ന കാരണം ഇതാണ്. DCC വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ദൃശ്യം പകർത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയെന്നാണ്. അതായത് ഈ തമ്മിൽ തല്ലിൽ നടന്നതിൽ പാർട്ടിക്ക് വലിയ ബേജാറൊന്നുമില്ല. പക്ഷേ ഈ ദൃശ്യം പുറത്തുപോയതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റമായി അവർ കാണുന്നത്. എന്നാലും ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ ആവർത്തിച്ച് ഇന്നും DCC പ്രസിഡന്റ് പറയുന്നു. അത് ഇനി അന്വേഷിച്ച് അത് ആരാണ് കുറ്റക്കാരെന്നൊക്കെ കണ്ടെത്തിയതിനു ശേഷം അവർക്കെതിരെ നടപടി ഉണ്ടാകും. എന്നാൽ നടപടി ഉണ്ടാകുമെന്ന് തുടർച്ചയായി ആവർത്തിച്ച് ഇവർ വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി കുറച്ചുകൂടി കാത്തിരുന്നാൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏത് രീതിയിലാണ് ഉണ്ടായത്, ഇനി ഏതെല്ലാം രീതിയിൽ പൊട്ടിത്തെറുണ്ടാവും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇനി അല്പസമയത്തിനകം അറിയാം. എന്നാലും ഈ സീറ്റ് വിഭജന ചർച്ച അത്രത്തോളം സുഖകരമല്ല UDFൽ നിന്ന് തന്നെയാണ് കാസർഗോഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ. ശരി, KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ഉടുപ്പി കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്ന് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ 2 പേർ അറസ്റ്റിൽ. ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കപ്പലുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറിയതായാണ് സൂചന. ഇരുവരും 18 മാസത്തോളം ഇത് തുടർന്നിരുന്നു എന്നും വിവരങ്ങളുണ്ട്. അജയ് സുധ ബിജു. അജയ്, വളരെ ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, തീർച്ചയായിട്ടും വളരെ ഒരു രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത്യന്തം ഗുരുതരമായിട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇരുവരും ഈ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഈ 2 തൊഴിലാളികളും രണ്ടുപേരും ഈ ഉടുപ്പിയിലുള്ള കൊച്ചി ഷിപ്പ്യാർഡിലാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ കൊച്ചിയിലാണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ടുള്ളത്. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത് അവർ കൊച്ചിയിൽ സാധാരണ കപ്പലുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഏകോപനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉടുപ്പിയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഈ ബോട്ട് ഡഗ്ഗുകൾ, അതിൻ്റെ ഈ ഡഗ് ബോട്ടുകൾ, അതിൻ്റെ നിർമ്മാണമാണ് പ്രധാനമായിട്ടും ഉടുപ്പിയിൽ കേന്ദ്രീകരിച്ചിരുന്നത്. ഈ 2 തൊഴിലാളികളിൽ രോഹിത് എന്ന് പറയുന്നയാൾ, അയാൾ ആദ്യം കൊച്ചിയിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഈ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയം ഇയാൾ കപ്പൽ നിർമ്മാണത്തിൻ്റെ ചില രേഖകൾ അത് പാകിസ്ഥാനിലേക്ക് കൈമാറി എന്നാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള സൂചന. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സിഇഒയുടെ പരാതിയെ തുടർന്നാണ് 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഇയാൾ കൊച്ചിയിൽ വെച്ചിട്ട് നിർണായകമായിട്ടുള്ള കപ്പലിനെ സംബന്ധിച്ചുള്ള രേഖകൾ, കപ്പലിൻ്റെ നമ്പറുകൾ, അതിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള മറ്റ് രൂപരേഖകൾ എന്നിവ പാകിസ്ഥാനിലേക്ക് വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും അയച്ചിരുന്നു. ഇതിന് ഇയാൾ പ്രതിഫലം വാങ്ങിച്ചിരുന്നതായിട്ടാണ് സൂചന. എന്നാൽ ഇയാൾക്ക് പിന്നിൽ ആരാണ് ഇയാളെ നിയന്ത്രിച്ചിരുന്നതോ എന്നതിനെ പറ്റിയിട്ട് സൂചന ലഭിച്ചിട്ടില്ല. ഇയാൾ പിന്നീട് ഈ കൊച്ചിയിൽ നിന്ന് പിന്നീട് ഉടുപ്പിയിലുള്ള ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ
ബാങ്കിന്റെ തന്നെ ശാഖയിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ഉടുപ്പിയിൽ വെച്ചിട്ടായിരുന്നു ഇയാളുടെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഇയാളുടെ സുഹൃത്തായിട്ടുള്ള സന്ത്രി എന്ന് പറയുന്നയാൾ അയാൾ കൊച്ചിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ മറ്റ് കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് രേഖകൾ ഇവിടെ നിന്ന് ശേഖരിച്ചിരുന്നത്. ഇതും പിന്നെ ഡഗ് ബോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളും ഉൾപ്പെടെയാണ് ഇയാൾ പിന്നീട് പാകിസ്ഥാനിലേക്ക് അയച്ചു വന്നിരുന്നത്. ഇതിന് ഇയാൾക്ക് വളരെ നല്ലൊരു പ്രതിഫലം തന്നെയാണ് ഈ ഓൺലൈൻ വഴി തന്നെ ലഭിച്ചിരുന്നത്. എന്നാൽ ഈ പിന്നിൽ ആരാണെന്നതിനെ പറ്റിയിട്ടൊക്കെ പോലീസിന് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു ചങ്ങലയിലെ രണ്ട് ചെറിയ കണ്ണികൾ മാത്രമാണ് ഈ രോഹിത്തും സന്ത്രിയും എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇരുവരും ഉടുപ്പി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിലവിൽ വാങ്ങിയിട്ടുണ്ട്. ഇരുവരെയും ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. രണ്ടുപേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. നിരവധി കാലമായി രണ്ടുപേരും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ചെയ്ത് വരുന്നുണ്ട്. സുഷമ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും ഇവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഇരുവരുടെയും ഇനി ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. പ്രാഥമികമായിട്ട് ഇരുവരും ഉത്തർപ്രദേശ് സ്വദേശികളാണ് എന്ന് മാത്രമേ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. 18 മാസമാണ് ഇരുവരും ഈ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള രേഖകൾ പാകിസ്ഥാനിലേക്ക് കൈമാറിയിരുന്നത്. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയിലേക്കും അതുപോലെ തന്നെ മറ്റ് പ്രധാന സ്വകാര്യ ഏജൻസികളിലേക്കും എല്ലാം കപ്പൽ നിർമ്മിച്ച് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിർണായകമായിട്ടുള്ള രേഖകൾ അങ്ങോട്ട് പോയെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ കപ്പലുകളെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖകൾ അല്ലെങ്കിൽ കപ്പലിൻ്റെ നമ്പറുകൾ, സീക്രട്ട് കോഡുകൾ ഇതെല്ലാം പാകിസ്ഥാനിൽ ലഭിച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവർ ആർക്കാണ് ഇത് കൈമാറിയത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നതിനെപ്പറ്റി പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ കൂടി ഈ അന്വേഷണത്തിൽ, ഈ കേസിൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കൂടി ഈ അന്വേഷണത്തിൽ പങ്കാളികളാകാനാണ് കൂടുതൽ സാധ്യത. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് കാസർഗോഡ് പിടിയിൽ. മേൽപ്പറമ്പിൽ സൂപ്പർമാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് ഇയാളെ നാട്ടുകാർ സാഹസികമായി പിടികൂടിയത്. രക്ഷപ്പെടാൻ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ പ്രതിയുടെ കാൽ ഇതിനിടെ ഒടിഞ്ഞു. KV ബൈജു വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേർന്നു. ബൈജു, തൊരപ്പൻ വളരെ ഫേമസ് ആണ്, നൊട്ടോറിയസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നാട്ടുകാർ തൊരപ്പനെ പിടിച്ചത്? തീർച്ചയായും ശ്രീജ, ഈ തൊരപ്പൻ ഒരു ചില്ലറക്കാരനല്ല. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലായി 100-ലധികം കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ഉള്ളത്. ഈ മേൽപ്പറമ്പ് പകൽ നേരം ഇയാൾ ഇത്തരത്തിൽ ഓരോ കടകൾ കണ്ടുവച്ച്, പ്രധാനമായും കടകളിലാണ് ഇയാൾ മോഷണം നടത്തുക. ഇങ്ങനെ പകൽ നേരങ്ങളിൽ കൃത്യമായി മോഷണം നടത്തേണ്ട കടകൾ കണ്ടെത്തി രാത്രി 12-1 മണിയാകുമ്പോഴേക്കും എത്തി ഇത് ചുമര് തുറന്നാണ് പ്രധാനമായി ഇയാൾ പല കവർച്ചകളും നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇതിനകത്ത് കവർച്ച നടത്തുന്നതിനിടയിൽ പുറത്ത് ഒരു ബൈക്ക്, ഏതാനും യുവാക്കൾ ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വന്നപ്പോഴാണ് ശബ്ദം കേട്ടതും പിന്നീട് നാട്ടുകാരെ വിവരം അറിയിക്കുന്നതും. തുടർന്ന് ആ പ്രദേശം മുഴുവൻ വളയുന്നതിനിടയിൽ ഇയാൾ അടുത്ത് സമീപത്ത് ഒരു കെട്ടിടത്തിലേക്ക് ചാടിക്കയറുകയായിരുന്നു. അവിടെ നിന്നും താഴേക്ക് ചാടുമ്പോൾ ഇയാളുടെ കാല് ഒടിഞ്ഞു. അതോടുകൂടി ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വളരെ സാഹസികമാണ് തൊരപ്പനെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ മേൽപ്പറമ്പ് പോലീസിന് പിന്നീട് കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വേഷം മാറിയൊക്കെയാണ് ഇയാൾ പലപ്പോഴും ഇത്തരത്തിൽ കവർച്ച നടത്തുക. ഗുഡ്സ് ഓട്ടോറിക്ഷയിലൊക്കെ എത്തും. കവർച്ച നടത്തിയതിനു ശേഷം കർണാടകയിലേക്കും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുമൊക്കെ കുറേ ദിവസം ഇത്തരത്തിൽ താമസിക്കുന്ന ഒളിവിൽ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഇയാൾ പിടികൂടാൻ തന്നെ വലിയ പ്രയാസമാണ്. എന്തായാലും തൊരപ്പനെ ഇപ്പോൾ കൈയോടെ പൊക്കിയിട്ടുണ്ട് പോലീസ്. ഇയാളിപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ശ്രീജ, ബൈജുവാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ഒരിടവേള കൂടി.